തമ്പിയിലേ ആരാ? തമ്പിയിലെ ഉണ്ടോ ചാ? ആ ഉണ്ടെങ്കില് ഒന്ന് കാണണമായിരുന്നു. ആ മുകളിലുണ്ട്. അയ്യോ പിന്നാലെ കൂടെ എന്താടി ഇവിടെ? ഇങ്ങോട്ടിറങ്ങോടി. എന്താടി വിളിഞ്ഞു നോക്കുന്നേ? തമ്പിയണ്ണേ 1006 വിളിക്കണേ. കാടമുട്ട കൊടുക്കാനുള്ളതാണ്. ഈശ്വര, ഇവിടെയും പാരയോ? ഇവള് മാരന്റെ തമ്പികളിനെയും കൊണ്ടേ പോകുന്നാണല്ലോ തോന്നുന്നത്. തമ്പികളിയാ എന്താണിത്? ഊഹം തെറ്റിപ്പോയി. വാതിൽ കുറ്റിയിട്ടുണ്ടോന്നാ വിചാരിച്ച്. അതൊക്കെ പോട്ടെ, അളിയനും കൂടെ അറിഞ്ഞോണ്ടാണോ ഇതിനൊക്കെ സംഭവിച്ചത്? അപ്പൊ അറിഞ്ഞിട്ടില്ലേ? എനിക്ക് അപ്പോഴേ തോന്നി. അകത്തേക്ക് പോയ വിവിറ്റിയെ കാണുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. സുഭദ്ര ആ കോടയും എടുത്തോ. ഒരു ഇടിവെട്ട് മഴയ്ക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു. തന്നെ? പിന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കാൽനട പ്രചരണ ജാഥയുടെ പ്രസംഗം പാതിക്ക് വെച്ച് കട്ടിയത് ഞാൻ ഇങ്ങോട്ട് ഡാഷ് ചെയ്യായിരുന്നു. ഇത് അച്ഛൻ അറിഞ്ഞോണ്ട് ചെയ്തത് തന്നെ. ഞാനുണ്ട് കൂടെ. അച്ഛനാണ് അമ്മാവനോട് നോക്കട്ടെ, പറയേണ്ട മൂത്ത് നോക്കി കൈയിട് കൈയിട്. അവിടെ കാണാമോ? ഞാൻ കേട്ടത് ശരിയാണോ? ആണോ? നീ കേട്ടത് എന്താണെന്ന് അറിയാതെ എങ്ങനെയാ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നേ? നമ്മുടെ പാണം വിളപ്പറമ്പിലെ വീട് അച്ഛൻ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ? കൊടുത്തു. അവിടെ ആരെ താമസിക്കാൻ വരുന്ന അറിഞ്ഞുകൊണ്ടാണോ കൊടുത്തത്? അതെ. എടാ, നമ്മുടെ നിർമ്മലയുടെ സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന ടീച്ചറാ. പ്രായമായ സ്ത്രീയാ. പ്രായമായത് ടീച്ചർക്കല്ലേ? പ്രായമായ 3 പെൺപിള്ളേരും കൂടില്ലേ? അതെ, അതും അസംബ്ലി ഇലക്ഷൻ നിർത്തിയ വോട്ട് മുഴുവൻ തൂത്ത് വാരാൻ പറ്റിയ പരുവത്തിലുള്ള 3 3 പിന്നെ ടീച്ചർക്ക് പെമ്മക്കള് 4. എന്താ? എടാ, മൂത്തവള് സിന്ധു. അവള് ഭർത്താവിന്റെ കൂടെ ബോംബെ. അതിന്റെ താഴെ ഗംഗ, അതിന്റെ താഴെ യമുന, അതിന്റെ താഴെ കാവേരി. 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 ഈ ഗംഗയും യമുനയും കാവേരിയും ഒക്കെ തടുത്ത് മാടിക്കൊണ്ടൊന്നും ഇവിടെ സംഗമിപ്പിക്കാൻ അച്ഛൻ എന്താ വല്ല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് തുടങ്ങുന്നോ? അച്ഛാ, ബാച്ചിലേഴ്സിന് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതിനാരെങ്കിലും വരണ്ടേ? നിർമ്മല പറഞ്ഞപ്പോ ഞാനാ അച്ഛനെ നിർബന്ധിച്ചത്. വെറുതെ കിടന്ന ചെതല് പിടിച്ച് നശിച്ചു പോവില്ലേ? ഇതിപ്പോ പെമ്പിള്ളേരാവുമ്പോ അടിച്ച് തളിച്ച് വൃത്തിയായിട്ട് നോക്കിക്കോ. വേണ്ട, അങ്ങനെ എന്റെ അളിയന്റെ മുമ്പിൽ കിടന്ന് പെമ്പിള്ളേരെ അടിച്ച് തളിക്കണ്ട. അത് പിന്നെ ശ്രീ ശങ്കരാചാര്യരെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ നാളെ ലോകമറിയേണ്ട മഹത് വ്യക്തിയാണ് എന്റെ തമ്പിയളിയൻ. സർവ്വ സ്വത്തുക്കളും വെടിഞ്ഞ് നാളെ ലോകത്തിന്റെ സ്വത്തായി തീരേണ്ട നൈഷ്ഠിക ബ്രഹ്മചാരിയായ എന്റെ അളിയനെ വെറുമൊരു ഗൃഹസ്ഥാശ്രമിയാക്കി ഒതുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ എതിർക്കും. വാളിയാ വാ, മസില് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പാക്കുവോ? ഏയ്, നിർമ്മലയില്ലേ അവിടെ? അവള് നോക്കിക്കോളും. ഇതെവിടാ ചേച്ചി ഇറക്കി വെക്കേണ്ടത്? അതെ, ആദ്യം കൂലി എത്രയെന്ന് പറഞ്ഞിട്ട് ഇറക്കിയാ മതി. എന്തോന്നാ ടീച്ചറെ പറയണേ? തമ്പിയണ്ണന്റെ ചേച്ചിയോട് ഞങ്ങൾ കൂടുതൽ ചോദിക്കോ? ഇറക്കണേ. ആദ്യം ഇങ്ങനെ തന്നെ എല്ലാരും പറയണത്. ഒടുവിൽ ഇറക്കി കഴിയുമ്പോ സ്വഭാവം മാറും. ഞങ്ങക്ക് മുതലാവുമെങ്കിൽ ഇറക്കിയാ മതി. കൂലി എത്ര പറയും? ഒരു 1000 രൂപ തരി. 1000? ഈശ്വര, എന്തായി പറയണേ? ഇത് കൂടുതലാണ് കേട്ടോ. കൂടുതലാണെങ്കിൽ നിങ്ങൾ തന്നെ ഇറക്കി. ചേച്ചി, വന്നു കയറുമ്പോഴേ തർക്കം വേണ്ട, അവരിറക്കട്ടെ. അതാ നല്ലത്. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അതെ, ഇത് ഞങ്ങളുടെ ബന്ധുക്കളാ. ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇറക്കാം. പക്ഷേ തന്നെത്താൻ ഇറക്കിക്കോണം. പുറത്തുനിന്ന് ഒരുത്തൻ ഇതേ കൈവച്ച ഞങ്ങളുടെ കൈക്ക് വേലയാകും. വരണടേ, അവരിറക്കട്ടെ. വാ. വന്നല്ലോ. നിർമ്മലേ,
എടാ നിനക്ക് 100 ആയിസ. ഞാൻ ദേ ഇപ്പൊ ഇവരോട് പറഞ്ഞുള്ളൂ. എന്റെ ആങ്ങളെ വന്ന എല്ലാ പ്രശ്നവും എല്ലാം സോൾവ് ആക്കാനാ വന്ന. എന്ത് പണിയായി കാണിച്ചേ? എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാൻ സോറിടാ. നിന്നെ എന്തിനു വെറുതെ ബുദ്ധിമുട്ടിക്കണെന്ന് വിചാരിച്ചല്ലേ? മാത്രമല്ല ഇവരോടൊക്കെ സംസാരിച്ച് നിന്റെ വില പോകും. കാര്യമല്ല പറഞ്ഞേ. അതെനിക്കറിയാം. ദേ ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ അനിയൻ കുഞ്ഞോടെ പറഞ്ഞെത്തുന്നു. ദേ ഇവനെനിക്ക് അനിയനാണെങ്കിലും നാട്ടുകാർക്ക് മുഴുവൻ തമ്പേണ്ടന കേട്ടോ. അയ്യേ, ഇതാണോ ചേച്ചി പറഞ്ഞ ബ്രഹ്മചാരി? കണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ. കണ്ടിട്ട് തോന്നാൻ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കാം ബ്രഹ്മചാരി. ഞാൻ പറഞ്ഞതല്ലേ ഇവരെ മനസ്സിലായിട്ടാ. ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഇവന്മാരുമായിട്ട് തർക്കിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലേ? റൂട്ട് മാറ്റുന്നു. എന്താ എന്താണോ ഏതാണോ? എടി ടീച്ചർ എന്ന് മുതലാ പൊതുപ്രവർത്തനം തുടങ്ങിയത്? നിന്റെ ഈ പരിപാടി ഇവിടെ വേണ്ട. ഇടിച്ച് സൂപ്പിയാക്കി എല്ലാരും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് പിന്നെ ടീച്ചർ, ഇവരിങ്ങനെ വന്ന് അമിത കൂലി ചോദിച്ചാൽ ഇവന് ദേഷ്യം വരാതിരിക്കോ? ദേ ഈ കാണുന്ന തടിയുണ്ടല്ലോ, കണ്ണു വെക്കുന്നു. വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവൻ ഒറ്റയ്ക്ക് ഇറക്കി വെക്കും. കാണണോ? എന്നാ ഒന്ന് കാണട്ടെ. കാണാൻ എന്തിരിക്കുന്നു? ഇറക്കടാ. ഇങ്ങോട്ടോടി. വേണ്ട, ഇവരൊരു കുന്തം പറയണ്ട. സംഗതി ചിലപ്പോ ഇവര് ചേട്ടന്റെ യൂണിയൻകാരായിരിക്കും. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിന്റെ പ്രശ്നമില്ല. ദേ ഈ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കിക്കോന്ന് യുവമാരെന്നെ വെല്ലുവിളിച്ചിരിക്കും. ഞാനും വെല്ലുവിളിക്കുന്നു. ഈ സാധനങ്ങൾ ഇറക്കാൻ മാറി നിൽക്കണം. കുന്തംപുരയ്ക്കലെ ശേഖരൻ തമ്പിയുടെ ഒരേ ഒരു മകൻ വില്ലാളി വീരനായ അനന്തൻ തമ്പി മാത്രം മതി. കാണണോ നിങ്ങക്ക്? കാണണോ? ഇതൊക്കെ തമ്പിയണ്ണൻ ഒറ്റയ്ക്കെടുത്ത് അകത്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത്തോടെ ഈ പണിയങ്ങ് നിർത്തും. എന്താ തമ്പിയണ്ണ, പറ്റുമോ? വേണ്ട, തമ്പി ഇറക്കണം കാണട്ടെ. ഇങ്ങനെ വന്നേ. നിർമ്മലേ, കുഴപ്പാവൂ? എന്റെ പെങ്ങൾ ഇങ്ങനെ യാക്കി വലിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. സംഗതി നമ്മുടെ കണക്ഷനിൽ നിന്ന് പോയെണ്ണ. ഇതിപ്പോ അണ്ണന്റെ മാത്രമല്ല, പുത്തമ്പുരയ്ക്കൽ തറവാട്ടുകാരുടെ അഭിമാനത്തിന്റെ മൊത്തം പ്രശ്നമാണ്. പിന്മാറിയ മാനം തൽക്കാലം ഇറക്കി വെക്കണ്ട, ബാക്കി കാര്യം പിന്നെ നോക്കാം. എന്താ തമ്പിയണ്ണ ഒരു കൈ നോക്കുന്നു? ഒരു കൈയല്ല, 2 കൈ നോക്കും. തമ്പിയണ്ണ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ. കാണണോ? ഞാൻ വാക്ക് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞോലെ തോന്നിയല്ല. തമ്പിയണ്ണ ഇപ്പൊ തോറ്റ് പിന്മാറിയാൽ നമ്മുടെ മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ മുഴുവൻ മാനം പോകും. നോക്കി നിൽക്കാതെ ഇറക്കണ. ഇറക്ക്. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടല്ലോ. കണ്ടോ കൊണ്ടുപോണത്? അവന്റെ തടിയെ ഉരുക്ക്. ആ വരവ് കണ്ടില്ലേ? അംഗം ജയിച്ചു വരുന്ന ചേകവരെ പോലെ. അല്ലെ ഈ മസിൽസിന്റെ കണ്ടോടാ, എന്റെ അനിയൻ അനന്തൻ തമ്പിയെ വെല്ലുവിളിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കി വാടാ. എന്താടാ കുന്തമിഴിഞ്ഞ പോലെ നിക്കണത്? ഇന്നത്തോടെ പണി നിർത്തുന്നു പറഞ്ഞിട്ട് നിർത്തി പോടാ. വേണ്ടി വന്ന ഈ ലോറി ഒറ്റയ്ക്ക് എടുത്ത് പൊക്കി ഇവനകത്ത് എടുക്കണം. ഇതിപ്പോ പേരെടുക്കാൻ പോയ പേറ്റിച്ച് ഇരട്ട പറ്റൂന്ന് പറഞ്ഞ പോലെ അവരെ അവിടെ നിന്ന് കുടിയിറക്കാൻ പറ്റിയതുമില്ല. തമ്പിയണ്ണ അവരുടെ സാധനങ്ങൾ ഇറക്കി കൊടുത്ത് ഈ പരുവത്തിലാവുകയും ചെയ്തു. എന്തിനാ അവരെ പറയുന്നേ? വലിയ ബ്രഹ്മചാരിയാണെന്നുള്ള ജാടപറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ മനസ്സിലായി. ആ പെമ്പിളാന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിയല്ലേ എല്ലാം കൂടെ ഒറ്റയ്ക്കെടുത്ത് പൊക്കിയത്? എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഈ ചൊറിച്ചുള്ളൂ. ആശാനെ ഇവളോട് മിണ്ടായിരിക്കാൻ പറ, ഞാൻ വല്ലതും പറയും. വിടുങ്ക തമ്പി, പൊട്ട പൊണ്ണു താനേ. പൊട്ടൊന്നുമല്ല, ആശാനെ ഇവരുടെ സ്വഭാവം അറിഞ്ഞുകൂടാത്തോണ്ട. എന്നെ തമ്പി ഒന്നുമില്ല, ഇപ്പൊ പിതുക്കിയെടുത്ത് ഒന്നുകൂടെ അമ്മയ്ക്ക് പിതുക്കാൻ. അപ്പിടിയാ? ഇനി മതി, മാമ മാറ്, ഞാൻ ആവി പിടിക്കാം. നീ ആവിയും കീവിയും ഒന്നും പിടിക്കണ്ട. പെമ്പിള്ളാരെന്റെ ദേഹത്ത് വിടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെമ്പിള്ളേരുടെ കൈ ദേഹത്ത് തൊട്ടാ ബ്രഹ്മചര്യത്തിന് ദോഷമാ ഇല്ല? ബ്രഹ്മചര്യത്തിൽ തൊടാതെ ആവി പിടിച്ച കുഴപ്പമില്ല അല്ലേ ശാനെ? ചുമ്മാ കുറെ സമയമായിട്ട് കളത്താണ്. പോട്ടും തമ്പി, புள்ள ஆவுபடி ஆசானே சாரம் இல்லை தம்பி வைத்தியம் செய்யறதுல ஆண் பெண் வித்தியாசமே இல்ல அது மாத்திரமல்ல ஆவி பிடிக்கிறதுல என்னை விட பெட்டர் இவளே ശരിയാണ് പെണ്ണിന്റെ കൈ തൊട്ടാ ഉളുക്ക് മാറാ തൊടാതെ തന്നെ ഉളുക്കി
അണ്ണാ ബ്രഹ്മചര്യത്തിന് ഇളക്കം വല്ലതും തട്ടിയോണ്ണ മതി, എന്റെ ഉളുക്ക് മാറി. നിർത്താൻ പറ, നിർത്താൻ പറ. വമ്പനായ കുമ്പനാണേ, നമ്പുവോർക്ക് മുൻപിൽ നല്ല തമ്പി